ആദ്യ സമയങ്ങളിലൊക്കെ നമുക്കൊരു ഇന്റീരിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലൈവുഡാണ് വൺ ഓഫ് ദ ഓപ്ഷൻ അല്ലെ? എല്ലാവരും അതിലേക്കാണ്. ഇപ്പൊ അതല്ലേ, ഇപ്പൊ കാലം മാറിയ ഒരുപാട് പ്രൊഡക്റ്റുകൾ വന്നു. ഇത് PVC ഫോം ബോർഡ് അല്ലെ? എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത? PVC ഫോം ബോർഡ് ഇത് പൊട്ട് ഓടിയോ? ഇല്ല, ഇത് സ്ട്രെങ്ത് കൂടുതലാണ്. അതെ, ഇതിന്റെ ബെനിഫിറ്റ് ഇത് PVC ബോർഡ് നമുക്ക് പ്ലൈവുഡ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോയ്സ്ചറിന്റെ ഒരു ഇഷ്യൂ വരുന്നില്ല. ഇത് നനഞ്ഞാലൊന്നും പ്രശ്നം വരുന്നില്ല. പല സൈറ്റിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആണ് ടെർമൈറ്റ്. കുറച്ച് നാള് വെള്ളം നനഞ്ഞാൽ വരും. അതെ, ആ ഒരു ഇഷ്യൂ PVC ഫോം ബോർഡ് ആകുമ്പോൾ പ്രശ്നം വരുന്നില്ല. കൂടാതെ ഇത് നമുക്ക് ഒരു 100% വാട്ടർ പ്രൂഫ് പ്രൊഡക്റ്റ് ആണ്. വെള്ളം വീണാൽ കുഴപ്പമില്ല. 100% റീസൈക്കിൾ ആണ്. പ്ലൈവുഡില് ലാമിനേറ്റ്സ് ഒട്ടിക്കുന്ന പോലെ തന്നെ ഇതിനും നമുക്ക് ലാമിനേറ്റ്സ് ഒട്ടിക്കാനായിട്ട് പറ്റും. അതെ അല്ലേ? പ്ലൈവുഡ് നമ്മൾ വുഡിൽ ചെയ്യുന്നു. ഇതിൽ കണ്ടന്റ് വരുന്നത് PVC കണ്ടന്റ് ആണ് വരുന്നത്. പ്ലാസ്റ്റിക് പോളിമർ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ട് വരുന്നത്. ഏതൊക്കെ തിക്നെസ്സിലാണ് അത്? നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത് 5mm വരുന്നുണ്ട്, 8mm വരുന്നുണ്ട്, 12mm വരുന്നുണ്ട്, 17mm വരുന്നുണ്ട്, അതുപോലെ 18mm വരുന്നുണ്ട്. പ്ലൈവുഡ് മതി, അല്ലെങ്കിൽ സ്ക്രൂ പിടിക്കില്ല എന്നുള്ളൊരു കമന്റ് കേൾക്കാറില്ലേ? അതെ, എന്താണ് ആക്ച്വലി സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി കുറവാണ് അതിൻ്റെ അകത്ത്? അത് ഈ ഡെൻസിറ്റി കാരണം. നമ്മൾ ഇപ്പൊ മാർക്കറ്റിൽ തന്നെ പല ഡെൻസിറ്റിയിലും ബോർഡ് അവൈലബിൾ. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്ട്രെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ സ്ട്രെങ്ത്. അതെ. അപ്പൊ ഇതിപ്പോ 3 പീസ് ഇവിടെ സാമ്പിൾ ഉണ്ടല്ലോ, 3 ഡെൻസിറ്റി ആണ്. ഇതിന് കുറച്ച് കനം കൂടുതലുണ്ട്. അതെ. അപ്പൊ നമ്മൾ റേറ്റ് കുറയാൻ വേണ്ടി മാർക്കറ്റിൽ ഡെൻസിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റും കൂടി വരുന്നുണ്ട്. കസ്റ്റമർ ഈ പ്രൈസ് കുറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഡെൻസിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യും. പെട്ടെന്ന് തന്നെ അതിന്റെ സ്ക്രൂ ഹോൾഡിങ്. ഒരാൾ ഇന്റീരിയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ അവിടെ അവൻ ഉപയോഗിക്കുന്നത് PVC ഫോം ബോർഡ് ആണെങ്കിൽ ഏത് ഡെൻസിറ്റി ഉള്ളതാണ് ഉപയോഗിച്ചതെന്ന് ചോദിച്ചോളൂ അല്ലേ? അല്ലെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ സ്ക്രൂ ഇങ്ങനെ പോരാ. ഇത് 7 ഡെൻസിറ്റിയിൽ വരുന്ന PVC ബോർഡാണ്. ഇതിന്റെ വെയിറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഫുൾ ഷീറ്റ് 8x4 32 സ്ക്വയർ ഫീറ്റ് വരുന്ന ഫുൾ ഷീറ്റിന് 35 കിലോ വെയിറ്റ് ഉണ്ട്. 35-400 വരും. ഒരു 100 ഗ്രാം അപ്പ് ആൻഡ് ഡൗൺ വരുന്നതല്ലാതെ അതിൽ കുറഞ്ഞാൽ 7 ഡെൻസിറ്റി വരുന്നില്ല എന്നർത്ഥം. അപ്പൊ ഞാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പ്ലൈവുഡിനാണെങ്കിലും ഇതാണെങ്കിലും ഒരു ഷീറ്റിനല്ലേ പ്രൈസ് പറയണത്. അപ്പൊ കമ്പാരിറ്റീവ്ലി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് ഇതിന് കൂടുതലാണോ കുറവാണോ? നോർമൽ പ്ലൈവുഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. പ്ലൈവുഡ് തന്നെ പ്രീമിയം റേഞ്ചിലും പ്രൊഡക്റ്റ് വരുന്നുണ്ടല്ലോ. അതിൽ വരുമ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഈ ഒരു ബെനിഫിറ്റുകൾ നമുക്ക് ഉണ്ടെന്ന് അർത്ഥം. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത് 100% വാട്ടർ പ്രൂഫ് ആണ് അല്ലെ? റീസൈക്കിൾ ചെയ്യാൻ പറ്റും, ഈസി കട്ടിങ്, ഫയർ റെസിസ്റ്റൻസ്, അങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നാണ്. നിങ്ങൾ വീട് പണിയുന്നതിന് മുമ്പ് ഇന്റീരിയറിന്റെ സമയത്താണ് ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ ആവശ്യം. അപ്പൊ നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കണം കേട്ടോ അല്ലേ? അതെ, ഈ പല ഇതിലും നമ്മൾ ലാബിലിങ് 7 ഡെൻസിറ്റി ആയിരിക്കും, പക്ഷെ ആക്ച്വൽ ഡെൻസിറ്റി ചിലപ്പോൾ 6.5 ആയിരിക്കും. അതിന്റെ റേറ്റ് കുറയും. കസ്റ്റമർ വിചാരിക്കും 7 ഡെൻസിറ്റിക്ക് നമുക്ക് ഇവിടെ ഇത്ര റേറ്റ് ഉള്ളൂ, അവിടെ പോകുമ്പോൾ അത്ര റേറ്റ് കൂടുതലാണ്. ആ ഒരു തോട്ട്സ് വരും മൈൻഡ്. ആക്ച്വലി നമ്മൾ ആ ഫുൾ ഷീറ്റിന്റെ വെയിറ്റും കൂടി മെഷർ ചെയ്താലേ നമുക്ക് ടോട്ടൽ വെയിറ്റ് നോക്കിയിട്ട് വിലയിരുത്താൻ പറ്റും. നമുക്ക് ടോട്ടൽ വെയിറ്റ് നോക്കാം, അല്ലെങ്കിൽ ഡെൻസിറ്റി മെഷർ ചെയ്യേണ്ട ഇതൊക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാം. ഞാൻ വീഡിയോ വെച്ചപ്പോൾ എന്താ ചെയ്യാൻ അറിയാം, ChatGPT ചോദിച്ചു കുറെ കാര്യങ്ങൾ. ChatGPT പറഞ്ഞു. അപ്പൊ ശരി കേട്ടോ, സന്തോഷം. ഓക്കെ, താങ്ക് യു.